എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഉപ്പുമാവാണ്. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്, പിന്നെ ഉഴുന്നും പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില മാത്രമേ ഇടുള്ളൂ, പിന്നെ ഉപ്പ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവയുടെ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ സബോളയും ക്യാരറ്റൊക്കെ അരിഞ്ഞ് ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അതിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എളുപ്പത്തിലുണ്ടാക്കാം. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കടുകും ഉഴുന്നും ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ഇടാം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നു. ഉഴുന്നും പരിപ്പൊക്കെ ചുമന്ന് വന്നു. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്തിട്ട് വറുത്ത റവയാണ്, എന്നാലും നമ്മളൊന്നും കൂടിയും ഈ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കും. ഈ നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ്. മതി, ഇത്ര മതി. ഇതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ റവ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത റവ തന്നെയാണ്, എന്നാലും നമ്മളൊന്ന് ചൂടാക്കണം. അങ്ങനെ റവ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റവയുടെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇങ്ങനത്തെ ഉപ്പുമാവാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പുമാവ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് ചെറുതീയിൽ വെച്ചിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കത് വേവിക്കാം, അടച്ച് വെച്ചിട്ട്. അപ്പം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മളുടെ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കിത് പഴം കൂടിയിട്ട് കഴിക്കാം.